ആടിയും പാടിയും വേദനയെ മറികടക്കുകയാണ് ഒരു പറ്റം രോഗികളും ഒരു ഡോക്ടറും. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലാണ് ഈ വേറിട്ട കാഴ്ച. മ്യൂസിക് തെറാപ്പിയുടെ ഗുണം എന്താണെന്ന് ഇവിടെ എത്തി നേരിട്ടറിയാം. സംഗീതം വേദനയും ദുഃഖവും മാറ്റുവാനുള്ള മരുന്നാണെന്ന് അനുഭവത്തിലൂടെ തെളിയിക്കുകയാണ് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി സർജറി വാർഡിലെ ഡോക്ടറും രോഗികളും. രോഗികളുടെ പ്രിയപ്പെട്ട ഡോക്ടർ ബിനു കെ ജോണാണ് സംഗീതത്തിന് വേദന മാറ്റുവാൻ കഴിയുമെന്ന് തെളിയിക്കുന്നത്. ഇവിടെ സർജറി വാർഡെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലിരിക്കുന്നതിനെക്കാളും കൂടുതൽ സമയം ഞാൻ ഈ ആശുപത്രിയിലാണ് ചിലവഴിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ വരുന്ന രോഗികളെല്ലാം എൻ്റെ കുടുംബാംഗങ്ങളെ പോലെ തന്നെയാണ് ഞാൻ കാണുന്നത്. ഇവിടുത്തെ ജീവനക്കാരെല്ലാം സഹോദരങ്ങളായിട്ട് തന്നെയാണ് കാണുന്നത്. ആ രീതിയിലാണ് ഞാൻ പെരുമാറാറുള്ളത്. അപ്പോൾ ഏറ്റവും വലിയ സൗകര്യത്തിൽ നമുക്കിങ്ങനെ ഒരു കെട്ടിടവും സൗകര്യമെല്ലാം ലഭിച്ചുകൊണ്ട് നമുക്ക് ആ നല്ല സേവനം എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഡോക്ടറുടെ ഇടപെടൽ രോഗികൾക്ക് മരുന്നിനേക്കാൾ വലിയ ആശ്വാസമാണ് സമ്മാനിക്കുന്നത്. ഇവിടെ ഈ ഗാനസദസ്സ് ഞങ്ങൾ ഒരുക്കാൻ കാരണം ഒരു മിനിഞ്ഞ 3 ദിവസം മുമ്പേ രാത്രിയിൽ എല്ലാവരും വേദനയാൽ നിറഞ്ഞ് എഴുന്നേറ്റിരിക്കുകയും കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ സാർ അതിനു മുമ്പ് ഒരു അരമണിക്കൂർ വന്ന് നോക്കിയിട്ട് എല്ലാവരും ആശ്വസിപ്പിച്ച് സമാധാനത്തിൻ്റെ വാക്കുകൾ പറഞ്ഞിട്ട് പോയി. നേഴ്സുമാരെല്ലാവരും സഹകരിച്ചു. അത് കഴിഞ്ഞ് രാത്രിയിൽ എല്ലാവർക്കും ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ചു, തിരുമേനിയെ വിളിച്ചു, നിയാസണ്ണനെ വിളിച്ചു, എല്ലാവരെയും വിളിച്ച് ഞങ്ങളൊരു പാട്ട് വെച്ചു മൊബൈലിൽ. ആ പാട്ടാണ് ഇതിന് കാരണം. ആ പാട്ട് വെച്ച് എല്ലാവരും കൂടെ എഴുന്നേറ്റ് പാടിക്കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും വേദനകൾ മറന്ന് എല്ലാവരും സന്തോഷമായിട്ട് കിടന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങി. നേരം വെളുത്തു കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ്. പലവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന തികച്ചും നിർധനരായ രോഗികളാണ് ഈ സർക്കാർ ആശുപത്രിയിൽ എത്തുന്നത്. അവരെ ചേർത്ത് പിടിക്കുകയാണ് ഡോക്ടറെന്ന് വാർഡ് മെമ്പർ പറയുന്നു. നമ്മുടെ ബിനു കെ ജോൺ സാറ് സത്യത്തിൽ പാട്ട് പാടിക്കൊണ്ടാണ് അദ്ദേഹം സർജറി ചെയ്യുക. അപ്പോൾ ആ ഒരു വൈബ് അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് എനർജി, ആഹ്ലാദത്തിൻ്റെ പ്രസരണം തൻ്റെ രോഗികളിലേക്ക് പകർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ എല്ലാവരും സന്തോഷത്തോടു കൂടി, വേദനയ്ക്കിടയിലും സന്തോഷത്തോടു കൂടി പാട്ട് പാടിയിരിക്കുവാനായിട്ട് കഴിയുക. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.